ഹലോ, അതെ ജോയ ലൂക്കാസ്. ദുബായിൽ നിന്ന് ഞാൻ ഇന്നലെ വന്നു. ഇല്ല, നാളെ തന്നെ തിരിച്ചു പോകണം. കൊല്ലത്തെ ഷോറൂമിന്റെ പണികൾ നടക്കുന്നുണ്ട്. ബാംഗ്ലൂർ ഒരു സ്ഥലം ശരിയായിട്ടുണ്ട്, നോക്കട്ടെ. ആലുക്കാസ് ഇന്റർനാഷണലിന് ഇന്ത്യയിലെ എല്ലാ പ്രധാന സിറ്റികളിലും തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. നടന്നാ നടക്കട്ടെ. ഓക്കെ, നടക്കും സർ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. എനിക്ക് മനസ്സിലായില്ലല്ലോ. എനിക്ക് സാറിനെ മനസ്സിലായി. എന്റെ പേര് പ്രിയംവദ, അതെന്റെ ഫ്രണ്ട് ഷീല. ഡോക്ടർ പോളിന്റെ മോളാ. ഹലോ സർ. ഹലോ. സുന്ദരിയല്ലേ? സ്വഭാവം നല്ലതാ. ഓക്കെ ഓക്കെ, ദാറ്റ്സ് ഗുഡ്. നിങ്ങൾക്ക് എന്താ വേണ്ടത്? സാജൻ ജോസഫ്. സാജൻ ജോസഫോ? അത് കൊള്ളാം. സാജൻ ജോസഫിനെ അറിയില്ലേ? ആരീ ചങ്ങാതി? സാറിന്റെ ബ്രദർ സാജൻ ജോസഫ് വാലിക്ക. ബ്രദറോ? എനിക്ക് അങ്ങനെ ഒരു ബ്രദർ ഇല്ലല്ലോ. നമ്മുടെ സെന്റ് മേരീസ് കോളേജിൽ പഠിക്കുന്നത്, കാണാൻ കൊള്ളാവുന്ന ഒരു കുട്ടപ്പൻ. എനിക്ക് കോളേജിൽ പഠിക്കുന്ന ബ്രദർ ഒന്നുമില്ല. ചിലപ്പോ മകനായിരിക്കും. ശരി സർ. സർ 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 അപ്പൊ മകനാണോ സർ? എനിക്കങ്ങനെ ഒരു മകനില്ല. എന്റെ ഭാര്യ മക്കളും ദുബായിലാണ്. ഞങ്ങളുടെ ഫാമിലിയിലൊന്നും സാജൻ എന്ന പേരിൽ ഒരാളില്ല. ഇനിയിപ്പോ അകന്ന വല്ല ബന്ധത്തിലും ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്റെ ശീലമോളെ, നിന്റെ അലുക്ക വെറും ഡ്യൂപ്ലിക്കേറ്റാ. ആലുക്കാസിന് ഡ്യൂപ്ലിക്കേറ്റ് ഇല്ല, ഒറിജിനലേ ഉള്ളൂ. പത്തര മാറ്റണ്ടേ? ഒരാലൂക്ക. എന്തായിരുന്നു ഇവന്റെ ഷൈനിങ്? ഇവനെ നമുക്ക് ഉരുക്കി അടിച്ച് പണിക്കുറ്റം തീർത്ത് കൊടുക്കണം. നീ കാമുകിമാർക്കൊരു മാതൃകയാടാ. നിന്റെ അസ്ഥിയിൽ പൊട്ടിവിടുന്ന പ്രേമം എത്ര പെട്ടെന്നാടാ കൊഴിഞ്ഞു വീണത്. അപ്പോ നമുക്കൊന്ന് ഒരുക്കി നോക്കല്ലേ? ഗുഡ് മോർണിംഗ്. സോറി, എനിക്കൊരു ഉപകാരം ചെയ്യോ? നോക്കൂ കുട്ടി, ഞാൻ ഇവിടെ വെറുതെ ടൈം പാസിന് വന്നതല്ല, പഠിക്കാനാണ്. പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ് മീ. ഒരു അത്യാവശ്യ കാര്യം പറയാനാ മാഷേ. മനുഷ്യനായ ഒരു ഉപകാരം ചെയ്തൂടെ? ശരി, എന്താ വേണ്ട പറ. ആ ലുക്കാസ് ജ്വല്ലറിയില് ഞങ്ങളെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുമോ? ഞങ്ങൾക്ക് കുറച്ച് സ്വർണം എടുക്കാനാ. ഒന്ന് പരിചയപ്പെടുത്തി തന്നാ ഞങ്ങൾക്ക് കുറെ നല്ല സ്വർണം കിട്ടുമല്ലോ. ആലുക്കാസിലും നല്ല സ്വർണ്ണം മാത്രമേ ഉള്ളൂ, അതിനാരുടെയും റെക്കമെൻഡേഷൻ ആവശ്യമില്ല. എന്നാലും സാജൻ പറഞ്ഞാ ഞങ്ങൾക്ക് നല്ല VIP ട്രീറ്റ്മെന്റ് എങ്കിലും കിട്ടുമല്ലോ അല്ലേ? പിന്നെ നല്ല അസല ട്രീറ്റ്മെന്റ് കിട്ടും. എനിക്കതൊക്കെ ബുദ്ധിമുട്ടാണ്. അല്പം ബുദ്ധിമുട്ടെന്നേ ഞങ്ങൾക്ക് വേണ്ടിയല്ലേ? നിങ്ങൾക്ക് ഇത് എന്തിന്റെ കേടാ? മനുഷ്യനെ പഠിക്കാനും സമ്മതിക്കില്ല. ചേട്ടനെന്തിനാ ചൂടാവണം? ഞങ്ങളൊന്നും ചെയ്തില്ലല്ലോ. എന്താ എന്താ സാജാ? സർ, ഇവരെന്നെ വെറുതെ ഇറിറ്റേറ്റ് ചെയ്യാം. സോറി സർ, ഞങ്ങളൊന്നും. നോ എക്സ്ക്യൂസ്. ഇതെന്താ ചന്ത? അല്ല സർ, ഇത് ലൈബ്രറി അല്ലേ? എന്താ പേര്? പ്രിയംവദ. പ്രിയംവദ? പ്രിയംവദ. പ്രിയംവദ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? ഫസ്റ്റ് BA എക്കണോമിക്സ്. ഐഡന്റിറ്റി കാർഡ് എടുക്ക്. ക്ലാസ്സില്ലേ? തലവേദന ആയതുകൊണ്ട് പഠിക്കുന്ന പിള്ളേരെ ഉപദ്രവിക്കാൻ ക്ലാസ്സും കട്ട് ചെയ്ത് ഇറങ്ങിയിരിക്കുക രണ്ടും. ഞാനിത് പ്രിൻസിപ്പളിലേക്ക് കൊടുത്തോളാം, അവിടുന്ന് വാങ്ങിച്ചോ. ഞാൻ പോയിക്കോട്ടെ മദർ. സാജൻ ഇരിക്കൂ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നീ എന്താ ഫാഷൻ പരേഡിനാ കോളേജിൽ വരുന്നത്? എന്ത് വേഷാടി ഇത്? ഭംഗിയില്ലേ അല്ലേ? പിന്നെ നല്ല ഭംഗിയാ. നിനക്കൊന്നും വീട്ടിൽ ചോദിക്കാനും പറയാനും ആരുമില്ലേ? ഇല്ല. ആ, അതിന്റെ കുഴപ്പാ. നിന്നെ കുറിച്ച് എല്ലാരും നല്ല അഭിപ്രായ പറയുന്നത്. താങ്ക് യു മദർ. എന്ത്? അല്ല, എല്ലാവർക്കും നല്ല അഭിപ്രായം എന്ന് പറഞ്ഞപ്പോ. പിന്നെ എന്ത് നല്ല അഭിപ്രായ? രാവിലെ വിഡ്ഢിവേഷം കെട്ടി ഇറങ്ങിക്കോളും. നീയൊക്കെ കോളേജിന്റെ അപമാന. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഇവളുടെ കൂട്ടുകൂടി എന്തിനാ വെറുതെ ഭാവി നശിപ്പിക്കുന്നത്? ഡോക്ടർ പോളിനെ ഞാനിന്ന് വിളിക്കുന്നുണ്ട്. ക്ലാസ് കട്ട് ചെയ്തതല്ല, ഭയങ്കര തലവേദന ആയതുകൊണ്ട് ലൈബ്രറി പോയി ഇരുന്നതാണ്. ഈ കുട്ടി പാവാ മദർ. അങ്ങനെയുള്ളവരെ നശിപ്പിക്കാനല്ലേ ഇവളൊക്കെ വേഷം കെട്ടി ഇറങ്ങിയിരിക്കുന്നത്? നിന്നെ ശരിയാക്കി തരാളി. എന്താ പറഞ്ഞേ? എന്റെ കൂട്ടുകൂടി മോശമുണ്ടെന്ന് പറഞ്ഞതാ. എന്നാലും സ്വയം നന്നാവാൻ തീരുമാനിച്ചിട്ടില്ല. തീരുമാനിച്ചു മദർ, നാളെ മൂല്യം നന്നായിക്കോളാം. എന്താ നാളെ? ഇന്ന് മുതലേ നന്നായി ശരിയാവില്ലേ? നാളെ വെള്ളിയാഴ്ച ഞങ്ങൾ ഹിന്ദുസിന് നല്ല ദിവസമാ. അല്ല, വേണമെങ്കിൽ തന്നെ നന്നാവാം. ആർക്ക് വേണമെങ്കിൽ? എനിക്കോ? എനിക്കൊരു നിർബന്ധമില്ല.
പക്ഷെ മറ്റു കുട്ടികളെ ചീത്തയാക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇന്നാ താങ്ക് യു മദർ. നിന്റെ കാർഡ് ഇവിടെ ഇരിക്കട്ടെ. ഗാർഡിയനെ വിളിച്ചോണ്ട് വന്നിട്ട് ക്ലാസ് കയറിയാൽ മതി. നിന്നെ ഇങ്ങനെ കയറൂരി വിട്ടിരിക്കുകയാണോന്ന് എനിക്കൊന്ന് അറിയണം. എന്റെ ഡാഡി എന്നെ കൊല്ലും. ഞാൻ ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. മദറാണ് സത്യം. ഞാൻ ഇനി നല്ല കുട്ടി ആയിക്കോളാം. ആ ലുക്കാസിനെ ശല്യം ചെയ്തതിന് സോറി. ഗുരുവായൂരപ്പനാണ്, കർത്താവിനാണ്. ഞാൻ ഇനി നല്ല കുട്ടി ആയിക്കോളാം. ടീച്ചേഴ്സിന് ഞാൻ ഇനി ഒരു പ്രോബ്ലം ഉണ്ടാക്കില്ല. സാരില്ല മദർ, ഇനി ഉണ്ടാവാതിരുന്നാ മതി. മതി മതി, ഇത്തവണ ഞാൻ ക്ഷമിച്ചു. ഇനി നിന്നെ കുറിച്ച് ഒരു കംപ്ലൈന്റും ഉണ്ടാവരുത്. ഇല്ല. പിന്നെ ഈ വേഷം കെട്ടലുണ്ടല്ലോ, അത് വേണ്ട. ഈ കോളേജിനൊരു അന്തസ്സുണ്ട്. അതിന് യോജിച്ച വേഷം വേണം ധരിക്കാൻ. എല്ലാവർക്കും ഒരു മാതൃകയാവണം. മനസ്സിലായോ? Jean-Paul Sartre is one of the most famous എന്താ ഇത് പ്രിയമത, ഇങ്ങനെയാണോ കോളേജിൽ വരുന്നത്? സോറി സർ, 10 മിനിറ്റ് ലേറ്റ് ആയി. ട്രാഫിക് ബ്ലോക്ക്. അതല്ല ചോദിച്ചത്. ഈ വേഷം ചട്ടേമുണ്ടും. അയ്യോ സാറിന് ഇഷ്ടായില്ലേ? നിങ്ങൾക്ക് ഇഷ്ടായില്ലേ? ചിരിക്കണ കണ്ടില്ലേ? എല്ലാവർക്കും ഇഷ്ടായി. എന്താ അവിടെ? Go to the class. എന്താ സർ, എന്താ പ്രശ്നം? ഈ കുട്ടി ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ കോളേജിന്റെ അന്തസ്സിന് ചേർന്ന ഒരു വേഷം ഇട്ടുകൊണ്ട് വന്നപ്പോ സാറിന് അത് ഇഷ്ടായില്ല. മദർന്ന് പറഞ്ഞ് മനസ്സിലാക്കി. ഗാർഡിയനെ വിളിച്ചോണ്ട് വരാതെ ഈ കോമ്പട്ടി പോലും കണ്ടുപോകരുത്. Idiot.